ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. കിരീട യുദ്ധം 4-ാം ഘട്ടം അവസാനത്തെ ഘട്ടമാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എതിരാളികളുടെ തൊപ്പെടുത്ത് ഹൂക്കിലിടുക എന്നാണ് ടാസ്ക് വരുന്നത്. കളിക്കാന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ രണ്ടുപേരും അഭിമുഖമായ 2 കസേര ഉണ്ടായിരിക്കും. അതിന് സെൻറ്ററിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. രണ്ടുപേരും മുഖാമുഖം ഇരിക്കുക. അതിനുശേഷം അവരുടെ വലത്തെ വശത്ത് ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടുപേരുടെ കൈ ഓപ്പോസിറ്റ് ക്യാപ്പുമ്മ പിടിച്ചിരിക്കണം. ഇതിലെ റെഫറി നിവിനാണ്. പക്ഷെ മായത് ബസ് അടിക്കുമ്പോൾ ആ ക്യാപ്പ് എടുത്തിട്ട് ഹുക്കിലിടുന്നു. എത്ര സ്പീഡിലാണ് അത് ഹുക്കിലിടുന്നത് വെച്ചാൽ ആ ആളാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ജയിക്കുന്നത്. ആ ക്യാപ്പ് എടുത്ത് ആ ഹുക്കിലിടുമ്പോൾ റെഫറി വിസിലടിക്കും. അയാൾ ജയിച്ചു. അതുപോലെ തന്നെ രണ്ടാമതും അയാൾ തന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ട് അപ്പോൾ ഉണ്ടായിരിക്കില്ല. ഓപ്പോസിറ്റ് ആളുടെ തൊപ്പി എടുത്തിട്ട് എത്ര സ്പീഡിലാണ് അവരവരുടെ ഹുക്കിൽ ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ ആളാണ് ജയിക്കുന്നത്. 3 തവണ ജയിക്കുന്ന വെച്ചാൽ ആള് വിന്നറായിരിക്കും. ആൾക്കാണ് സൂപ്പർ പവർ കിട്ടുന്നത്. ഈ 2 തവണ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആൾ തന്നെയായിരിക്കും സൂപ്പർ പവർ വിന്നറായിരിക്കുക. ഇതിൽ ആദ്യത്തെ റൗണ്ടിൽ ഞെട്ടിച്ചുകൊണ്ട് നൂറയാണ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ നൂറ തന്നെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സൂപ്പർ പവർ എന്ന് വെച്ചാൽ സൂപ്പർ ഫാമിലി പവർ, യൂണിറ്റി പവർ, സൂപ്പർ നോമിനേഷൻ പവർ. തുടർച്ചയായി 3 ആഴ്ച ഈ ആൾക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോഴാണ് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. നൂറയ്ക്ക് തീരുമാനിക്കാം ഇത് കൊടുക്കണോ വേണ്ടേ, അത് സ്വന്തമായിട്ട് 3 പവറും ഹോൾഡ് ചെയ്യണമെന്ന്. നൂറ നന്നായി ആലോചിച്ചെടുത്ത് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി നൂറയ്ക്ക് ആവശ്യമില്ല. ഫാമിലി ബിന്നിക്ക് കൊടുത്തു. പിന്നെ 2 ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ 2 പവർ നൂറയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ശരിക്കും നൂറ അത് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് 2 ഗെയിമും ജയിച്ചിട്ടുള്ളത്. മുന്നത്തെ ആ ബോൾ ടാസ്കും അതേപോലെ തന്നെ ഈ ക്യാപ്പിന്റെ ടാസ്കും ഡിസേർവ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നൂറ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു അടിയാണ് ഈ ഒരു വിജയം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.